ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നിവിടെ കാണിക്കുന്നത് ഷ്രിമ്പ് ചില്ലി ഗാർലിക് റെസിപ്പിയാണ്. 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ആവശ്യം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്കുള്ള കോൺഫ്ലവർ ഒന്ന് റെഡിയാക്കി വെക്കാം. 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്കുള്ള സോസൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ചില്ലി ഗാർലിക് സോസ് എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് കൂടി എടുത്തിട്ടുണ്ട്. വിനാഗിരി 1 ടേബിൾ സ്പൂണ്. 1 ടേബിൾ സ്പൂണ് സോയ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. സോസ് ഫുൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് മാറ്റി വെക്കാം. ചെമ്മീൻ ഷാലോ ഫ്രൈ ആണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് എള്ളെണ്ണയാണ്. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ നല്ലപോലെ വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ എണ്ണ എടുത്തിട്ട് അതിൽ മുക്കി പൊരിച്ചെടുക്കാം. പക്ഷേ ഞാൻ അതങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ മേലേന്ന് ഇങ്ങനെ കോട്ടിംഗ് ഒന്നും അത്ര പോവുകയൊന്നും ചെയ്യില്ല. ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ മേലേന്ന് കോട്ടിംഗ് ഒക്കെ പോകുന്ന പോലെ തോന്നും. പക്ഷേ അതിൽ പിന്നെ നമ്മൾ സോസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഞാനൊരു കളർ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ചെമ്മീൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ ഇതൊന്ന് മാറ്റി വെക്കാം. ആ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂണ് എള്ളെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ക്രഷ്ഡ് ചില്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്ര എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി ചേർത്താലും മതി. പക്ഷേ ഇതിൽ സോസൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് എരിവ് ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ചെമ്മീനും സോസും ഒക്കെ നല്ലപോലെ മിക്സായി വരുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇതിൽ കുറച്ച് വെള്ളം കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.